ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിന്റെ ഡിജിറ്റൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗം പുതുതലമുറയെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ തെറ്റ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്കും അത് തെറ്റെന്ന് ചൂണ്ടിക്കാട്ടാൻ സാധിക്കില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിന് മുൻപ് ജീവിച്ച് ആ കാലഘട്ടത്തിന്റെ വിശ്വാസവും ആ കാലഘട്ടത്തിന്റെ പ്രാർത്ഥന നിർഭമായ പട്ടിണിയും പരിവട്ടങ്ങളും ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വന്ന ഒരു തലമുറയ്ക്ക് ഈ കാലഘട്ടത്തിലെ തലമുറയെ അത്ര കണ്ട് അങ്ങ് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം നമ്മളെല്ലാം ലാൻഡ് ഫോണിലൂടെയും പോസ്റ്റ് ഓഫീസിലൂടെയും ടെലഗ്രാമിലൂടെയും നമ്മളെല്ലാം സന്ദേശങ്ങളും കത്തുകളും അയച്ച് ബന്ധങ്ങളും സ്നേഹങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം ഊട്ടിയുറപ്പിച്ച ഒരു തലമുറ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ ആധുനിക തലമുറ എന്ന് പറയുന്നത് കത്തെഴുത്ത് നിന്നുപോയി. ഒരുപക്ഷെ അവർക്ക് സംസാരങ്ങൾ കുറഞ്ഞുപോയി. അവർക്ക് കാണുമ്പോൾ മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് വലിയ സന്തോഷം അവരിൽ ഉണ്ടാക്കുന്നില്ല. അത്തരം കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിന് മോശക്കാരെ നമുക്ക് പറഞ്ഞു വരുത്താൻ പറ്റില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ ജീവിത രീതി ഏറ്റവും മികവുറ്റതാണ്. പക്ഷേ ടെക്നോളജി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ടെക്നോളജിയിലൂടെ ജീവിതം മെച്ചപ്പെടുത്തുന്നവരുമുണ്ട്, ടെക്നോളജിയിലൂടെ ജീവിതം നശിക്കപ്പെടുന്ന, അതുപയോഗിച്ചുകൊണ്ട് അവസാനം ഒരു ട്രോമയിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ചുറ്റുപാടുകൾ ഇന്ന് ജീവിക്കുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 1 കോടിയിൽ പരം അധ്യാപകരുണ്ട് എന്ന് ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയത്തെ അടുത്തുവിട്ട കണക്കാണ്. 1 കോടിയിൽ അധികം അധ്യാപകർ ഇന്ത്യ രാജ്യത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ 30 കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന ശരാശരി കണക്കാണ് നിൽക്കുന്നത്. ലോകത്ത് 1500 കോടി മൊബൈലുകളുണ്ട്. ലോകത്ത് 1500 കോടി മൊബൈലുണ്ട്. അതായത് ഒരു കുട്ടിക്ക് 2 മൊബൈലുകളുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു രീതി കുട്ടിയുടെ ഗുരു മൊബൈൽ ടെക്നോളജിയായി മാറിയ ഒരു കാലഘട്ടം.